ഹായ് വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. എല്ലാവർക്കും കോമ്പറ്റേറ്റീവ് ക്രാക്കറിന്റെ ജനറൽ PSC ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്കറിയാം, ഒരു യൂണിഫോം ജോലി, സർക്കാർ മേഖലയിലെ ഒരു യൂണിഫോം ജോലി ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എക്സാം തന്നെയാണ് നമ്മുടെ BFO അല്ലെങ്കിൽ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ എന്ന് പറയുന്നത്. അതിൽ സ്പെഷ്യൽ ടോപ്പിക്സിന്റെ മാർക്ക് എന്ന് പറയുന്നത് 20 മാർക്കാണ് നമുക്ക് സ്പെഷ്യൽ ടോപ്പിക്സിൽ നിന്ന് വരുന്നത്. അപ്പൊ നമ്മൾ ഇന്ന് ഈ ഒരു സെക്ഷനിൽ സ്പെഷ്യൽ ടോപ്പിക്സിൽ തന്നെ വന്യജീവി സംരക്ഷണ നിയമം 1972 എന്ന നിയമമാണ് നമ്മൾ ഈ ഒരു സെക്ഷനിൽ പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പൊ നമുക്ക് നേരെ എന്ത് ചെയ്യാം, ക്ലാസ്സിലേക്ക് കടക്കാം. അപ്പൊ നോക്കിക്കൊള്ളുക, എന്താണ് വന്യജീവി സംരക്ഷണ നിയമം, അതുമായിട്ട് അനുബന്ധപ്പെട്ട കാര്യങ്ങൾ വളരെ വാസ്റ്റ് ആയിട്ടുള്ള ഏരിയ ആണ്. അതിൽ ഏറ്റവും ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ മാത്രം ചുരുക്കി ഒരൊറ്റ ക്ലാസ്സിൽ നമുക്ക് പഠിക്കാം. നോക്കിക്കൊള്ളുക, ആദ്യം നമ്മളൊരു നിയമം പഠിക്കുമ്പോൾ നിങ്ങൾ ആ ഇയറും കൂടെ ചേർത്ത് പഠിക്കുക. കാരണം എക്സാമിനൊക്കെ ഇയറൊക്കെ എടുത്ത് ചോദിക്കും. അതുകൊണ്ട് ഇങ്ങനെ തന്നെ പഠിച്ചു വെച്ചേക്കുക. ഏതാണ്? വന്യജീവി സംരക്ഷണ നിയമം 1972 എന്ന് തന്നെ അങ്ങോട്ട് പഠിച്ചോളുക. നിയമമൊക്കെ പലപ്പോഴും ചോദിക്കാറുണ്ട് അല്ലെ. വന്യജീവി സംരക്ഷണ നിയമം 1972. ഇനി ഏറ്റവും പ്രധാനമായിട്ടും ഈ വന്യജീവി സംരക്ഷണ നിയമം 1972ന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ എന്തെല്ലാമാണ്? ഒന്നാമതെന്ന് പറയുന്ന ഇതെന്ന് പറയുന്നത് എന്താണ്? ഒരു ഏകീകൃത നിയമനിർമ്മാണം നടപ്പിലാക്കുക. എന്താണ്? ഒരു ഏകീകൃത നിയമനിർമ്മാണം നടപ്പിലാക്കുക എന്നുള്ളതാണ് വന്യജീവി സംരക്ഷണ നിയമത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകതകളിൽ ഒന്ന്. ഒരു ഏകീകൃത നിയമനിർമ്മാണം നടപ്പിലാക്കുക. ഒരു ഏകീകൃത നിയമനിർമ്മാണം നടപ്പിലാക്കുക. അതേപോലെ രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് സംരക്ഷിത പ്രദേശങ്ങളായിട്ടുള്ള ദേശീയ ഉദ്യാനങ്ങള്, അതേപോലെ വന്യജീവി സങ്കേതങ്ങള് എന്നിവയുടെ ഒരു ശൃംഖല സൃഷ്ടിക്കുക. അല്ലെ, ജീവികളെ നമുക്ക് സംരക്ഷിക്കുന്ന ഏരിയാസ് ആണ് ഈ വന്യജീവി സങ്കേതങ്ങള്, നാഷണൽ പാർക്കുകൾ, കമ്മ്യൂണിറ്റി റിസർവുകള്. അവയുടെ ഒരു ശൃംഖല സൃഷ്ടിക്കുക എന്ന് പറയുന്നത് ഈ വന്യജീവി സംരക്ഷണ നിയമത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളിൽ ഒന്നാണ്. അതേപോലെ തന്നെ എന്താണ്? ഈ വന്യജീവികളുടെയും വനവിഭവങ്ങളുടെയും അനധികൃത വ്യാപാരം നിയന്ത്രിക്കൽ, അല്ലെ, അവയുള്ള ചൂഷണം നിയന്ത്രിക്കുക എന്നുള്ളത് ഈ പറയുന്ന വന്യജീവി സംരക്ഷണ നിയമത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളിൽ ഒന്നാണ്. ഇപ്പൊ 3 ലക്ഷ്യങ്ങള് വളരെ ക്ലിയർ ആയിട്ട് ആദ്യം മനസ്സിലാക്കുക. വന്യജീവി സംരക്ഷണ നിയമത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട 3 ലക്ഷ്യങ്ങളൊന്ന് മനസ്സിലാക്കുക. അതേപോലെ തന്നെ അടുത്തേക്ക് പോവാം. ഡേറ്റുകൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഇയർ എന്തായാലും പഠിക്കണം, നിയമവുമായിട്ട് ബന്ധപ്പെട്ട ഇയർ പഠിക്കണം. അതേപോലെ ഈ വന്യജീവി സംരക്ഷണ നിയമത്തില് പ്രസിഡന്റ് എന്നാണ് അംഗീകാരം ലഭിച്ചത്, അല്ലെ, പ്രസിഡന്റ് അംഗീകാരം ലഭിച്ചത് എന്നാണ്, ആ ഇയർ പഠിക്കാനാണ്. 1972 ആണ് നമുക്കറിയാം. 1972 സെപ്റ്റംബർ 9 1972 സെപ്റ്റംബർ 9 പ്രസിഡന്റിന്റെ അംഗീകാരം ലഭിച്ചതെന്ന് മനസ്സിലാക്കുക. അതേപോലെ ഒരു നിയമവും നമുക്കറിയാം പൂർണ്ണമല്ല, അതിൽ മാറ്റങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. ഓക്കെ, അപ്പൊ ഇതുവരെ നമ്മുടെ വന്യജീവി സംരക്ഷണ നിയമത്തില് ടോട്ടല് 8 പ്രാവശ്യം മാറ്റങ്ങൾ വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ഭേദഗതികൾ വന്നിട്ടുണ്ട്, അല്ലെ. ഏതൊക്കെ വർഷമാണ്? 1976 വന്നിട്ടുണ്ട്, 1976 വന്നിട്ടുണ്ട്. അതേപോലെ 82, 86, 91, 93, 2002, 6 and 2022. അങ്ങനെ ടോട്ടല് 8 പ്രാവശ്യം വന്യജീവി സംരക്ഷണ നിയമത്തില് എന്ത് വന്നിട്ടുണ്ട്? ഭേദഗതികൾ വന്നിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുക. ഭേദഗതികൾ വന്നിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുക. അതേപോലെ തന്നെ 1972 വന്യജീവി സംരക്ഷണ നിയമപ്രകാരം എന്തെല്ലാം കാര്യങ്ങളെയാണ് കുറ്റകൃത്യങ്ങളായിട്ട് കണക്കാക്കുന്നത്? ഇത് പലപ്പോഴും വരാറുണ്ട്, അല്ലെ. ഇത് കുറ്റകൃത്യത്തിൽ കണക്കാക്കുന്നത് ഏതെല്ലാം, കുറ്റകൃത്യങ്ങളിൽ നിന്ന് ഒഴിവാക്കുന്നത് ഏതെല്ലാം, ഇത് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കുക എന്നുള്ളതാണ്. കാരണം ചോദ്യം വരുന്ന ഏരിയാസ് ആണ്. അപ്പൊ നോക്കിക്കോളൂ, നമുക്ക് ഓരോ പോയിന്റും എടുത്തു വെച്ച് നോക്കാം. ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ആയുധം, കെണി, വല എന്നിവ ഉപയോഗിച്ചുള്ള മൃഗങ്ങളെ വേട്ടയാടുന്നത് ഈ പറയുന്ന വന്യജീവി സംരക്ഷണ നിയമപ്രകാരം എന്താക്കുന്നതാണ്? ഒരു കുറ്റകൃത്യമായിട്ട് കണക്കാക്കുന്നതാണ്. അതേപോലെ മാൻ, ആമ, അതേപോലെ ചിലയിനം പക്ഷികള്, പാമ്പുകള് എന്നിവയെ വളർത്തു മൃഗങ്ങളാക്കി കൈവശം വെക്കുന്നത് തീർച്ചയായിട്ടും എന്താണ്? ഒരു കുറ്റകൃത്യം തന്നെയാണ്. മൂന്നാമത്തെ പോയിന്റ് എന്താ? കൈവശ അവകാശ സർട്ടിഫിക്കറ്റ്, ഇവിടെ എടുത്തു പറയുന്നുണ്ട്. കൈവശ അവകാശ സർട്ടിഫിക്കറ്റ് കൂടാതെ വന്യമൃഗങ്ങളുടെ ത്വക്ക്, കൊമ്പ്, അവയുടെ ശരീരഭാഗങ്ങൾ കൊണ്ട് നിർമ്മിച്ച ട്രോഫികൾ അല്ലെങ്കിൽ വസ്തുക്കള് എന്നിവ കൈവശം വെക്കുന്നത് ഈ വന്യജീവി സംരക്ഷണ നിയമപ്രകാരം എന്താണ്? കുറ്റകരമാണ്. ഈ പറയുന്ന നിയമങ്ങൾ വളരെ കൃത്യമായിട്ട് പഠിച്ചോണം, അല്ലെ. ഏതൊക്കെ കുറ്റകരമാണ്, കുറ്റകരമല്ല എന്നുള്ള ചോദ്യങ്ങൾ പലപ്പോഴും പല പ്രാവശ്യവും റിപ്പീറ്റഡ് ആയിട്ട് വരുന്നുണ്ട്. അപ്പൊ പോയിന്റുകൾ വളരെ ക്ലിയർ കട്ട് ആയിട്ട് വായിച്ച് മനസ്സിലാക്കുക എന്നുള്ളതാണ്. അതേപോലെ തന്നെ സർക്കാർ അനുമതി കൂടാതെ
വന്യമൃഗങ്ങളെയോ അവയുടെ ശരീരം കൊണ്ട് നിർമ്മിച്ച വസ്തുക്കളെയോ വസ്തുക്കളുടെ വ്യാപാരം ചെയ്യുന്നത് തീർച്ചയായിട്ടും കുറ്റകൃത്യമാണ്. അതേപോലെ തന്നെ ഇന്റർനെറ്റ് വഴിയുള്ള വന്യജീവികളുടെ വ്യാപാരം കുറ്റകൃത്യമാണ്. റോഡ് അപകടത്തിലൂടെയുള്ള വന്യജീവികളെ കൊല്ലുന്നത്, റോഡ് അപകടത്തിൽ വന്യജീവികളെ കൊല്ലുന്നതും എന്താണ്? ഈ വന്യജീവി സംരക്ഷണ നിയമപ്രകാരം കുറ്റകരമായിട്ടുള്ള ഒരു പ്രവൃത്തിയാണ് എന്ന് മനസ്സിലാക്കുക. ഇത് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക. ഇതിന് ചോദ്യങ്ങൾ വരുന്നതാണ്. വന്യജീവി സംരക്ഷണ നിയമപ്രകാരം ഏതൊക്കെയാണ് കുറ്റകൃത്യങ്ങൾ എന്ന് പറയുന്നത്? മൃഗങ്ങളെ വേട്ടയാടുന്നത് ആയുധം ഉപയോഗിച്ചോ കെണി ഉപയോഗിച്ചോ വല ഉപയോഗിച്ചോ കുറ്റകരമാണ്. പിന്നീട് പറയുന്നത് ഈ മാൻ, ആമ, ചിരേൻ, പക്ഷികൾ, പാമ്പുകൾ എന്നിവ എന്ത് ചെയ്യുന്നു? വളർത്തു മൃഗങ്ങളാക്കി വളർത്തുന്നത് കുറ്റകരമാണ്. കൈവശാവകാശ സർട്ടിഫിക്കറ്റ് ഇല്ലാതെ വന്യമൃഗങ്ങളുടെ ത്വക്ക്, കൊമ്പ് തുടങ്ങിയ ശരീരഭാഗങ്ങൾ കൊണ്ട് നിർമ്മിച്ച ട്രോഫികൾ എന്നിവയെല്ലാം കൈവശം വെക്കുന്നത് കുറ്റകരമാണ്. സർക്കാർ അനുമതി ഇല്ലാതെ വന്യമൃഗങ്ങളെയോ അവയുടെ ശരീരഭാഗങ്ങളിൽ നിർമ്മിച്ച വസ്തുക്കൾ വ്യാപാരം ചെയ്യുന്നത് കുറ്റകരമാണ്. അതേപോലെ ഇന്റർനെറ്റ് വഴിയുള്ള വ്യാപാരം നിരോധിച്ചവയാണ് ഈ പറഞ്ഞ വന്യജീവികളുടെ. റോഡ് അപകടത്തിൽ അവയെ കൊല്ലുന്നതും എന്താണ്? ഈ വന്യജീവി സംരക്ഷണ നിയമപ്രകാരം എന്താണ്? കുറ്റകരമാണ് എന്ന് മനസ്സിലാക്കുക. ഓക്കെ, അതിപ്പോ അതിന് ചോദ്യം വരുന്നതാണ്. അതേപോലെ നോക്കിക്കോളാം, ഈ വനം വന്യജീവി സംരക്ഷണം നമ്മുടെ ഭരണഘടനയിൽ ഏതെല്ലാം ഭാഗങ്ങളിലാണ് പ്രധാനമായിട്ട് ഉൾപ്പെടുത്തിയിരിക്കുന്നത്? നമ്മുടെ ഭരണഘടന കോൺസ്റ്റിറ്റ്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട് അത് ഏതെല്ലാം ഭാഗങ്ങളിലാണ് കൂടുതലായിട്ട് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് മനസ്സിലാക്കണം. ആദ്യം ആർട്ടിക്കിൾ 51A. എന്താണ് ആർട്ടിക്കിൾ 51A പറയുന്നത്? വനം, വന്യജീവി, ജീവസമ്പത്ത് തുടങ്ങിയവ ഉൾപ്പെടെയുള്ള വന്യജീവി സമ്പത്ത് തുടങ്ങിയ ഉൾപ്പെടെയുള്ള പരിസ്ഥിതി സംരക്ഷണം ഒരു പൗരന്റെ മൗലിക കടമയാണ് എന്നാണ് എന്ത് പറയുന്നത്? ആർട്ടിക്കിൾ 51A പറയുന്നത്. അതേപോലെ തന്നെ ആർട്ടിക്കിൾ 48A എന്താ പറയുന്നത്? പരിസ്ഥിതി സംരക്ഷണം, വന്യജീവി സംരക്ഷണം എന്നിവ എന്താണ്? നിർദ്ദേശക തത്വങ്ങൾ ഉൾപ്പെടുത്തിയത് ഏത് ആർട്ടിക്കിൾ പ്രകാരമാണ്? ആർട്ടിക്കിൾ 48A പ്രകാരമാണെന്ന് കൂടി മനസ്സിലാക്കാം. ഈ പറഞ്ഞ ചോദ്യങ്ങൾ വരാൻ വേണമെങ്കിൽ ഈ വന്യജീവിയുമായിട്ട് ബന്ധപ്പെട്ട 2 ആർട്ടിക്കിളുകൾ ഏതെല്ലാം? ആർട്ടിക്കിൾ 51A അതേപോലെ തന്നെ ആർട്ടിക്കിൾ 48A ആണെന്ന് കണക്ട് ചെയ്യുക കേട്ടോ. അടുത്തത് അതിൽ തന്നെ A. ഓക്കെ, അതേപോലെ ആർട്ടിക്കിൾ 48A. നെക്സ്റ്റ്, ഇനി സംരക്ഷിത പ്രദേശങ്ങൾ, ചില സെക്ഷനുകൾ, ഇതിൽ പ്രധാനമായിട്ടും ഒരുപാട് സെക്ഷനുകൾ പറയുന്നുണ്ട്. അതിൽ ഏറ്റവും ആവശ്യമായിട്ടുള്ള സെക്ഷനുകൾ മാത്രമേ നമ്മൾ പറയുന്നുള്ളൂ. ഈ പറയുന്ന വനം വന്യജീവി സംരക്ഷണ നിയമത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട സെക്ഷൻ എന്ന് പറയുന്നത് വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ടിൽ സംരക്ഷിത പ്രദേശങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്ന അധ്യായങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ്. ഏതൊക്കെയാണ്? അധ്യായം 4 സെക്ഷൻ 18 മുതൽ 38 വരെ. അധ്യായം 4 സെക്ഷൻ 18 മുതൽ 38 വരെയാണ് എന്തിനെ കുറിച്ച് പ്രതിപാദിക്കുന്നത്? ഈ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ടില് എന്തിനെ കുറിച്ച്? സംരക്ഷിത പ്രദേശങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. സംരക്ഷിത പ്രദേശങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്നത് സെക്ഷൻ 18 മുതൽ 38 വരെയാണ്. അതേപോലെ തന്നെ 1972 വന്യജീവി സംരക്ഷണ നിയമപ്രകാരമുള്ള സംരക്ഷിത പ്രദേശങ്ങൾ വന്യജീവി സങ്കേതങ്ങളുടെ പ്രഖ്യാപനം അല്ലെങ്കിൽ വന്യജീവി സങ്കേതങ്ങളുടെ പ്രഖ്യാപനം ഏത് സെക്ഷനുമായിട്ട് ബന്ധപ്പെട്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സെക്ഷൻ 18 ബന്ധപ്പെട്ടതാണ് വന്യജീവി സങ്കേതങ്ങളുടെ പ്രഖ്യാപനം എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ദേശീയ ഉദ്യാനങ്ങളുടെ പ്രഖ്യാപനം എന്താണ്? അത് സെക്ഷൻ 35. സെക്ഷൻ 35 ആണ് ദേശീയ ഉദ്യാനങ്ങളുടെ പ്രഖ്യാപനം എന്ന് പറയുന്നത്. അതേപോലെ ഡിക്ലറേഷൻ ആൻഡ് മാനേജ്മെന്റ് ഓഫ് കൺസർവേഷൻ റിസർവ് എന്താണ്? സെക്ഷൻ 36A. ഡിക്ലറേഷൻ ആൻഡ് മാനേജ്മെന്റ് ഓഫ് കമ്മ്യൂണിറ്റി റിസർവ് എന്ന് വെച്ചാൽ സെക്ഷൻ 36C ആണ്. കമ്മ്യൂണിറ്റി റിസർവ് എന്നറിയാം ഒരു കൂട്ടം ആളുകളെ ഒരു സ്ഥലത്തെ സംരക്ഷിക്കുകയാണെങ്കിൽ നമ്മൾ അതിനെ കമ്മ്യൂണിറ്റി റിസർവുകൾ എന്ന് പറയും. കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കമ്മ്യൂണിറ്റി റിസർവ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മലപ്പുറം, കോഴിക്കോട് ഇടയിലായിട്ട് കാണപ്പെടുന്ന കടലുണ്ടി എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിറ്റി റിസർവുകളാണ്. ഈ പറയുന്ന സെക്ഷനുകൾ പ്രധാനമായിട്ടൊന്ന് മനസ്സിലാക്കുക. റിപ്പീറ്റഡ് ആയിട്ട് ചോദ്യം വന്ന സെക്ഷനാണ്. ആദ്യം എന്ന് പറയുന്ന സെക്ഷൻ 18 മുതൽ 38 വരെയാണ് എന്തിനെ? സംരക്ഷിത പ്രദേശങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. അതേപോലെ തന്നെ സെക്ഷൻ 18 പ്രത്യേകത എന്താ പറഞ്ഞത്? വന്യജീവി സങ്കേതങ്ങളുടെ പ്രഖ്യാപനവുമായിട്ട് ബന്ധപ്പെട്ട സെക്ഷൻ 18 ആണ്. അതേപോലെ തന്നെ സെക്ഷൻ 35 എന്ന് പറയുന്നത് ദേശീയ ഉദ്യാനം 35 ദേശീയ ഉദ്യാനങ്ങളുടെ പ്രഖ്യാപനവുമായിട്ട് ബന്ധപ്പെട്ട് സെക്ഷൻ 35 ആണ്. സെക്ഷൻ 36A കൺസർവേഷൻ റിസർവുകളും
അതേപോലെ തന്നെ സെക്ഷൻ 36C പറയുന്നത് കമ്മ്യൂണിറ്റി റിസർവുകളാണ്. അതിൽ 36C വളരെ ഡീറ്റെയിൽ ആയിട്ടൊന്ന് കണക്ട് ചെയ്ത് വെച്ചോളുക. കമ്മ്യൂണിറ്റി റിസർവുകളാണ്. ഒരുപാട് സെക്ഷനുകളുണ്ട്. ഞാൻ ഏറ്റവും ആവശ്യമായിട്ടുള്ള സെക്ഷനുകൾ മാത്രമാണ് പറയുന്നത്. ഇനി നോക്കിക്കൊള്ളുക, ഇതാണ് നമ്മുടെ ഒരു ഏരിയ എന്ന് പറയുന്നത്. അതായത് ഈ മാറ്റം വന്നിട്ടുണ്ട്. എന്താണ്? വന്യജീവി സംരക്ഷണ നിയമപ്രകാരം ഷെഡ്യൂളുകൾ 2022 ഒരു അമെന്റ്മെന്റ് വന്നത് നമ്മൾ പഠിച്ചതാണ് അല്ലെ, ഭേദഗതി വന്നു നമ്മൾ പഠിച്ചതാണ്. 2022 ഭേദഗതി പ്രകാരം എന്താണ്? വന്യജീവി സംരക്ഷണം അല്ലെങ്കിൽ ഭേദഗതി നിയമം വന്യജീവികളുടെ സംരക്ഷണം കാര്യക്ഷമമാക്കിക്കൊണ്ട് ഷെഡ്യൂളുകളുടെ എണ്ണം 6 നിന്ന് എത്രയായിട്ട് കുറച്ചു? 4 ആക്കി കുറച്ചു. കാരണം മുമ്പ് വരെ 6 ഷെഡ്യൂളുകളായിരുന്നു. 2022 ആ ഒരു അമെന്റ്മെന്റ് ഭേദഗതി വന്നതോടുകൂടി 6 നിന്ന് 4 ആയിട്ട് കുറച്ചിട്ടുണ്ട്. അപ്പൊ ഏതൊക്കെയാണ് ആ 4 ഷെഡ്യൂളുകൾ? അതെന്ന് പറയുന്നത് ഷെഡ്യൂൾ 1ഉം 2ഉം അത് ജന്തുക്കളെ കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. ഷെഡ്യൂൾ 1ലും 2ലും ജന്തുക്കളെ കുറിച്ച് പ്രതിപാദിക്കുന്നു. ഷെഡ്യൂളിൽ 3 പറയുന്നത് സസ്യങ്ങളെ കുറിച്ചാണ്. 1ഉം 2ഉം ജന്തുക്കളാണ്. ഷെഡ്യൂളിൽ 3 പറയുന്നത് സസ്യങ്ങളെ കുറിച്ചാണ്. ഷെഡ്യൂൾ 4 പറയുന്നത് സൈറ്റ് അനുബന്ധ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള മാതൃകയ്ക്കുള്ളതാണ് ഷെഡ്യൂൾ 4 എന്നും പറയുന്നത്. ഇത് നോക്കാം, ഓരോന്നും വളരെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് നോക്കാം. കണ്ടോ, ഷെഡ്യൂൾ 1, 2, 3, 4. നേരത്തെ വരെ 6 ഷെഡ്യൂൾ ആയിരുന്നു. 2022 അമെന്റ്മെന്റ് പ്രകാരം 4 ഷെഡ്യൂളുകൾ, 2 ഷെഡ്യൂളുകൾ മാറ്റി 4 ഷെഡ്യൂളുകളായിട്ട് കുറച്ചു. അതിൽ ഷെഡ്യൂൾ 1 എന്ന് പറയുന്നത് ആനിമൽ സ്പീഷീസ് ദാറ്റ് വിൽ എൻജോയ് ഹയസ്റ്റ് ലെവൽ ഓഫ് പ്രൊട്ടക്ഷൻ. ഹയസ്റ്റ് ലെവൽ ഓഫ് പ്രൊട്ടക്ഷൻ അല്ലെ, നമ്മൾ കൂടുതൽ സംരക്ഷണം നൽകുന്ന ജീവികളെയാണ് നമ്മൾ ഷെഡ്യൂൾ 1 ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതേപോലെ ആനിമൽസ് ഷെഡ്യൂൾ 2ലും ആനിമൽസ് തന്നെയാണ്. ഷെഡ്യൂൾ 1ലും 2ലും ആനിമൽസ് ആണ്. പക്ഷെ ഷെഡ്യൂൾ 2 that will be subjected to lesser degree of protection അല്ലെ. നേരത്തെ 1 എന്ന് പറയുന്ന ഹയസ്റ്റ് ലെവൽ ഓഫ് പ്രൊട്ടക്ഷൻ ആയിരുന്നു അല്ലെ, കൂടുതൽ സംരക്ഷണം നൽകേണ്ട ജീവികളായിരുന്നു. പക്ഷെ ഇതെന്താണ്? ലെസർ ഡിഗ്രി ഓഫ് പ്രൊട്ടക്ഷൻ ആണ് ഷെഡ്യൂൾ 2 പറയുന്നത്. ഈ ഷെഡ്യൂൾ 3 എന്താ പറയുന്നത്? പ്രൊട്ടക്റ്റഡ് പ്ലാന്റ് സ്പീഷ്യസ്. ഏതെല്ലാം പ്ലാന്റ് സ്പീഷ്യസുകൾ നമ്മൾ പ്രൊട്ടക്ട് ചെയ്യണം എന്നുള്ളതാണ് ഷെഡ്യൂൾ 3 പറയുന്നത്. അതേപോലെ തന്നെ ഷെഡ്യൂൾ 4 പറയുന്നത് എന്താണ്? സ്പെസിമെൻ ലിസ്റ്റഡ് ഇൻ അപ്പൻഡിക്സ് അണ്ടർ സൈറ്റിന്റെ അണ്ടറിൽ വരുന്നവയെല്ലാമാണ് എന്തിൽ പറയുന്നത്? ഷെഡ്യൂൾ 4 പറയുന്നത്. ഇത് നോക്കിക്കൊള്ളുക. ഷെഡ്യൂൾ 1, 2, 3 അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. ഷെഡ്യൂൾ 1 എന്ന് പറയുന്നത് ഹയസ്റ്റ് ലെവൽ ഓഫ് പ്രൊട്ടക്ഷൻ, ഏറ്റവും കൂടുതൽ സംരക്ഷിച്ചിരിക്കുന്ന മൃഗങ്ങൾ ഏതാണ്? ഷെഡ്യൂൾ 2 ലെസർ ഡിഗ്രി ഓഫ് പ്രൊട്ടക്ഷൻ ആണ്. ഷെഡ്യൂൾ 3 നമ്മൾ പ്ലാന്റ്സിനെ എല്ലാം ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഇനി ഷെഡ്യൂൾ 1ലും 2ലും 3ലുമായിട്ട് വരുന്ന ആനിമൽസ് തമ്മിലുള്ള വ്യത്യാസങ്ങൾ നമുക്ക് നോക്കാം. പ്രധാനമായിട്ടും കണ്ടോ, ആദ്യം തന്നെ ഷെഡ്യൂൾ 1 നോക്കുകയാണെങ്കിൽ ആ ഷെഡ്യൂൾ 1 പാർട്ട് എയിലാണ് നമ്മൾ മാമൽസിനെ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് അല്ലെ. സസ്തനികൾ, കുഞ്ഞുങ്ങളെ വളർത്തി പാലൂട്ടി വളർത്തുന്ന ജീവികൾ, മാമൽസിനെ എല്ലാം നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് പാർട്ട് എയിലാണ്. ഷെഡ്യൂൾ 1 തന്നെ പാർട്ട് ബിയിലാണ് നമ്മൾ ബേർഡ്സിനെ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. പാർട്ട് ബി ബേർഡ്സ്, ബി കണക്ട് ചെയ്യാലോ. സിയിലാണ് നമ്മൾ റെപ്റ്റൈൽസിനെ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് അല്ലെ. സിയിലാണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്? റെപ്റ്റൈൽസ്, ഉരകങ്ങളെല്ലാം ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന റെപ്റ്റൈൽസ് സിയിലാണ്. ഡിയിലാണ് നമ്മൾ ആംഫീബിയൻസിനെ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് അല്ലെ. ആംഫീബിയൻസ്, കരയിലും ജലത്തിലും ജീവിക്കുന്ന ജീവികൾ, ആംഫീബിയൻസിനെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് ഡിയിലാണ്. അതേപോലെ ഇയിലാണ് നമ്മൾ ഫിഷുകളെ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്, മത്സ്യങ്ങളെല്ലാം ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് ഏതാണ്? ഷെഡ്യൂൾ 1 തന്നെ പാർട്ട് ഇയിലാണ്. അതുപോലെ പാർട്ട് എഫിൽ എന്ന് പറയുമ്പോൾ നമ്മൾ എക്കൈനോഡെർമേറ്റ്സ്, ഫൈലം എക്കൈനോഡെർമേറ്റ്സിൽ വരുന്ന ജീവവിഭാഗങ്ങളെല്ലാം ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് പാർട്ട് എഫിലാണ്. പാർട്ട് ജിയിൽ നമ്മള് മൊളസ്കസ് അല്ലെ, പുറത്ത് ഷെല്ലുള്ള ജീവികൾ, കാൽക്കേരിയസ് അല്ലെങ്കിൽ കട്ടിയുള്ള ഷെല്ലുള്ള ജീവികളെയാണ് നമ്മൾ മൊളസ്കസ്, അത് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് പാർട്ട് ജിയിലാണ്. അതേപോലെ പാർട്ട് എച്ചിലാണ് നമ്മൾ ആർത്രോപോഡ്സിന്റെ പ്രത്യേകത നമുക്കറിയാം. നമ്മുടെ ആനിമൽ കിണ്ടത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ജീവികൾ ഉള്ള ഫൈലം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർത്രോപോഡ്സ് ആണ്. നമ്മൾ ഷഡ്പദങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്ന ഭാഗങ്ങളാണ് അല്ലെ. അപ്പൊ അത് എവിടെയാണ് ആർത്രോപോഡ്സ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്? പാർട്ട് എച്ചിലാണ്. പാർട്ട് ഐയില് ബട്ടർഫ്ലൈ കണക്ട് ചെയ്യാമല്ലോ. പാർട്ട് ഐയിലെ കൂടുതൽ ബട്ടർഫ്ലൈസിലാണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. പാർട്ട് ജെയിലാണ് എന്തെന്ന് പറയുന്നത്? ഒഡനേറ്റ എന്ന് പറയുന്ന ജീവിഭാഗങ്ങളെല്ലാം ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇത് വളരെ ക്ലിയർ ആയിട്ടൊന്ന് പഠിച്ചു വെച്ചോളുക. ഷെഡ്യൂള് നമ്മൾ പറഞ്ഞു, ഒന്നാമത്തെ ഷെഡ്യൂള് ആനിമൽസിനാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് അല്ലെ. ആനിമൽസ് ആണ് ഏറ്റവും ഹൈ ലെവൽ ഓഫ് പ്രൊട്ടക്റ്റഡ് ആനിമൽസ് ആണ്. അതിന്റെ ഓരോ പാർട്ടുകളാണ്. പാർട്ട് എയില് മാമൽസ് ആണ്, പാർട്ട് ബിയില് ബേർഡുകളാണ് വരുന്നത്, പാർട്ട് സിയില് റെപ്റ്റൈൽസ് ആണ്, പാർട്ട് ഡിയില് ആംഫീബിയൻസ് ആണ്, പാർട്ട് ഇയില് ഫിഷുകളാണ്, പാർട്ട് എഫില് എക്കൈനോഡെർമേറ്റ്സ് ആണ്, പാർട്ട് ജിയില് മൊളസ്കസ് ആണ്, പാർട്ട് എഫില് ആർത്രോപോഡ്സ് ആണ്. ആർത്രോപോഡ്സിന് മുമ്പ് ചോദ്യം വന്നിട്ടുള്ളതാണ്, നമ്മുടെ ജൈവ മണ്ഡലത്തിൽ ഏറ്റവും കൂടുതലുള്ള ജീവവിഭാഗം ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ
ഈ പറയുന്ന ആർത്രോപോഡ്സ് അല്ലെങ്കിൽ ഷഡ്പദങ്ങളാണ് അല്ലെ. പാർട്ട് ഐയിൽ ബട്ടർഫ്ലൈസ് ആണ്. ദെൻ ജയിൽ വരുന്നത് ഒഡനേറ്റ ആണ്. അപ്പൊ ഇത് വളരെ ക്ലിയർ ആയിട്ട് പഠിച്ചു വെച്ചോളുക. ഇനി നമുക്ക് പാർട്ട് അല്ലെങ്കിൽ ഷെഡ്യൂൾ 1ലും ഷെഡ്യൂൾ 2ലും ലിസ്റ്റ് ചെയ്തിട്ടുള്ള കുറച്ച് പ്രധാനപ്പെട്ട ജീവവിഭാഗങ്ങൾ നമുക്കൊന്ന് പറയാം. ഓൾറെഡി പറഞ്ഞു ഷെഡ്യൂൾ 1 എന്ന് പറയുമ്പോൾ അല്ലെ ഹയസ്റ്റ് പ്രൊട്ടക്ഷൻ അല്ലെ, കൂടുതൽ സംരക്ഷണം വേണ്ട ജീവികളാണ്. അതേതൊക്കെയാണ്? നമ്മുടെ ടൈഗർ നമ്മുടെ പാന്തീറ ടൈഗ്രീസ് എന്ന് പറയുന്ന ജീവികൾ അല്ലെ. ടൈഗർ, ഇന്ത്യൻ ലയൺ കൂടുതൽ പ്രൊട്ടക്ഷൻ വേണ്ട ജീവികളാണ്. ഇന്ത്യൻ റൈനോസറസ്, ഹിപ്പോപ്പൊട്ടാമസ് തുടങ്ങിയ ജീവികൾ അല്ലെ. ഡോങ് എന്ന് പറയുന്ന ജീവികൾ അല്ലെ. അതേപോലെ എന്താണ് ലയൺ ടൈൽഡ് മൊസ്കെ എന്ന് പറയുന്ന നമ്മുടെ സിംഹവാലൻ കുരങ്ങുകൾ എന്ന് പറയുന്ന ജീവികള്. അതേപോലെ എന്താണ് ഇന്ത്യൻ വൈൽഡ് ആക്സ്, ആക്ച്വലി മാനിന്റെ എല്ലാം വിഭാഗത്തിൽ വരുന്ന ഒരു ജീവികളാണത്. കാശ്മീർ സ്റ്റാഗ്, അതും ഏകദേശം ആ ഒരു വിഭാഗത്തിൽ തന്നെ വരുന്ന ജീവികളാണ് അല്ലെ. ഗാരിയൽസ് എന്ന് പറയുന്ന ജീവികൾ എന്താണ് ഈ പറയുന്ന ഷെഡ്യൂൾ 1 ഇൻക്ലൂഡ് ചെയ്യേണ്ടതാണ്. വെയിൽ ഷാർക്ക്, അതും ഈ പറയുന്ന ഹയസ്റ്റ് ഡിഗ്രി ഓഫ് പ്രൊട്ടക്ഷൻ വേണ്ട ജീവികൾ തന്നെയാണ്. അപ്പൊ ആ ജീവികളുടെ പേരൊന്ന് കണക്ട് ചെയ്ത് വെച്ചോളൂ. ജീവികളുടെ പേരിലോട്ടൊന്നും അങ്ങനെ ചോദ്യങ്ങൾ വന്നിട്ടില്ല, എങ്കിലും ഒന്ന് കണക്ട് ചെയ്ത് വെച്ചോളൂ. ഈ പറയുന്ന ജീവികളാണ് പ്രധാനമായിട്ടും ഹയസ്റ്റ് ലെവൽ ഓഫ് പ്രൊട്ടക്ഷൻ വേണ്ട ജീവികളുടെ ലിസ്റ്റിൽ പെടുന്നത്. ഇനിയുണ്ട്, ഒരുപാട് വലിയൊരു ലിസ്റ്റാണ്. അതെല്ലാം കൂടി ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. ആവശ്യമുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ അല്ലെ. ഓക്കെ, അടുത്തത് ഷെഡ്യൂൾ 2ല് ലോവസ്റ്റ് ലെവൽ ഓഫ് പ്രൊട്ടക്ഷൻ വേണ്ടത് അല്ലെ ഹിമാലയൻ ബ്ലാക്ക് ബിയറുകൾ. അതേപോലെ എന്താണ് ഇന്ത്യൻ കോബ്ര അല്ലെ, നാജ എന്ന് പറയുന്ന സയന്റിഫിക് നെയിമിൽ അറിയപ്പെടുന്ന ഇന്ത്യൻ കോബ്രാസ്, ജാഗൽ എന്ന് പറയുന്ന ജീവികള്, ഫ്ലൈയിങ് സ്ക്വറൽ, അതേപോലെ എന്താണ് കിങ് കോബ്ര തുടങ്ങിയ ജീവികളെല്ലാം എന്താണ് ഷെഡ്യൂൾ 2ലാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. എന്താണ് ലോവസ്റ്റ് ലെവൽ ഓഫ് പ്രൊട്ടക്ഷനിലാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഈ ഒരു നിയമം നമ്മൾ പഠിക്കുവാണെങ്കിൽ ഇതിന്റെ ചോദ്യങ്ങൾ വരുന്ന, പ്രധാനമായിട്ടും ചോദ്യങ്ങൾ വരുന്ന അതിന്റെ ലക്ഷ്യങ്ങള്, കുറ്റകൃത്യമായിട്ട് കണക്കാക്കുന്നവ, സെക്ഷനുകള്, അതേപോലെ തന്നെ അങ്ങനെയുള്ള രീതിയിലുള്ള ചോദ്യങ്ങളാണ് ഇതിൽ പ്രധാനമായിട്ടും വരുന്നത്. സോ ഈ ഒരു നിയമം 1972 അല്ലെ വളരെ ക്ലിയർ ആയിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുക. അതും അതിന്റെ ഇയറുകളും വളരെ ക്ലിയർ ആയിട്ട് പഠിക്കുക. ഏറ്റവും ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ ഈ ഒരു സെക്ഷനിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ അല്ലെ. അതേപോലെ ഈ പറയുന്ന ഷെഡ്യൂൾ 1ലും 2ലും അതിൽ അമെന്റ്മെന്റ് വന്ന കാര്യങ്ങള്, അതിൽ ഓരോ പാർട്ടിലും ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ജീവികള് അല്ലെ. അതേപോലെ ജീവികളുടെ പേര് അങ്ങനെ ചോദ്യം വന്ന് കണ്ടിട്ടില്ല എങ്കിലും ഒന്ന് കണക്ട് ചെയ്ത് വെച്ചേക്കുക. ഓക്കെ, അപ്പോ നോക്കിക്കൊള്ളുക. നമുക്കറിയാം വളരെ ചുരുങ്ങിയ സമയം മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ. ഏകദേശം ഒരു 70 ദിവസം 75 ദിവസം മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ. ഇനിയുള്ള സമയം എന്ന് പറയുന്നത് അത് വളരെ കൃത്യമായിട്ട് ഉപയോഗിക്കാനുള്ള സമയമാണ്. കൃത്യമായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ഡിസംബറിൽ നടക്കാൻ പോകുന്ന BFO അല്ലെങ്കിൽ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ എന്ന് പറയുന്ന എക്സാം വളരെ കോൺഫിഡന്റോട് കൂടി എഴുതാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് നമുക്ക് പറയാനായിട്ടുള്ളത്. അപ്പോ എന്ത് ചെയ്യുക, ഇനി നിങ്ങൾ ആ ഒരു എക്സാമിന് ഇതുവരെ നിങ്ങൾ അപ്ലൈ ചെയ്തവരാണ്, ഇതുവരെ നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് തുടങ്ങിയിട്ടില്ല എങ്കിൽ ഇത് നിങ്ങളുടെ അവസാനത്തെ അവസരമായിട്ട് കാണുക. അതിനുവേണ്ടി നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുക. നിങ്ങളുടെ ആ ഒരു പഠനത്തിന്റെ വേഗത കൂട്ടാനായിട്ട് ഞങ്ങളുടെ ഏറ്റവും പുതിയൊരു ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. BFOയുടെ 75 ഡേയ്സിന്റെ ഒരു ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. നമ്മൾ മാത്സിനും മലയാളവും ഇംഗ്ലീഷും GKയും സ്പെഷ്യൽ ടോപ്പിക്സിനും എല്ലാം കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം ഇൻക്ലൂഡ് ചെയ്തൊരു ബാച്ചാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ അതിനെക്കുറിച്ച് കൂടുതൽ അറിയാനും ഇതിന്റെ മറ്റ് ഡീറ്റെയിൽസുകളുമായിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ താഴെ കാണുന്ന നമ്പർ ഞങ്ങളെ കണക്ട് ചെയ്യുക. അപ്പൊ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്.